കഴിഞ്ഞ 2 തവണയും 3ാം സ്ഥാനത്തേക്ക് LDFന് പോകേണ്ടി വന്ന മണ്ഡലം. കോൺഗ്രസിനും BJPക്കും കരുത്തരായ സ്ഥാനാർത്ഥികൾ. ഈ പോരാട്ട വേദിയിലേക്കാണ് സി ദിവാകരൻ എന്ന സ്ഥാനാർത്ഥി വരുന്നത്. കോൺഗ്രസിന്റെ കോട്ടകൾ തിരിച്ചുപിടിച്ച ചരിത്രമാണ് സി ദിവാകരന്റെ കരുത്ത്. നിങ്ങളെ നേരിൽ കാണുക, നേരിൽ കണ്ടുകൊണ്ടഭ്യർത്ഥിക്കുക. സി ദിവാകരൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, തൊഴിലും പുൻസിരിയുമായി നമ്മുടെ തിരസ്കരായി നാട്യങ്ങളില്ലാത്ത നാട്ടുകാരനിതാ കടന്നു വരികയാണ്. വലിയ ഭൂരിപക്ഷം പുൻസിരിയുമായി നമ്മുടെ തിരസ്കനായി നാട്യങ്ങളില്ലാത്ത നാട്ടുകാരനിതാ കടന്നു വരികയാണ്. വഴിയരികിൽ കാത്തു നിൽക്കുന്ന അമ്മമാർ, സഹോദരിമാർ, കർഷകർ, കർഷക തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സർക്കാർ ജീവനക്കാർ, അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും പെട്ട ആപാലവൃത്ത ജനതയും സ്നേഹനിർഭരങ്ങളായ നിർഭരങ്ങളായ ഒരു 100 സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവയ്ക്കെല്ലാം തന്നെ സ്നേഹത്തിന്റെ, വിനയത്തിന്റെ, ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 കേന്ദ്രമന്ത്രിയായാലും പ്രിയമുള്ളവരെ, മുൻ ഗവർണറായാലും തൊഴിലാളി വർഗത്തിന്റെ സമര കരുത്തില, സമര ചൈതന്യം മന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞ കടന്നു വരുന്നു. കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നേരിൽ കടന്നു വരുന്നു. ദിവാകരൻ എന്ന പദത്തിന്റെ അർത്ഥം, പ്രിയമുള്ളവരെ, സൂര്യൻ. ഇതാ തിരുവനന്തപുരത്ത് ഉദിച്ചുയർന്ന നമ്മുടെ പ്രിയപ്പെട്ട സൂര്യൻ കടന്നു വരികയാണ്. നേരിൽ കണ്ടുവോട്ട് അഭ്യർത്ഥിക്കാൻ സി ദിവാകരൻ തുറന്ന ജീപ്പിൽ തുറന്ന മനസ്സുമായി ഒരു കുഞ്ഞു പൈതൽ പരിശുദ്ധിയോടെ ഈ വഴിക്കാരകളെ ധന്യമാക്കി കടന്നുവരികയാണ്. എന്നിട്ട് സ്വീകരണ സ്ഥലങ്ങളിൽ കർഷക തൊഴിലാളികൾ, മണ്ണിൽ പണിയെടുക്കുന്നവർ കൂലിപ്പണിക്കാർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, കടലിന്റെ മക്കൾ, കഴിഞ്ഞ 2 തവണ ധന്യമാക്കി കടന്നു വരികയാണ്. ഇവിടെ ജയിച്ച സ്ഥലങ്ങളിൽ കർഷക തൊഴിലാളികൾ, മണ്ണിൽ പണിയെടുക്കുന്നവർ കൂലിപ്പണിക്കാർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, കടലിന്റെ മക്കൾ, കാടിന്റെ മക്കൾ, അങ്ങനെ 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 സമസ്ത മേഖലയിലുള്ളവർ നൽകിയ ആവേശജനമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ആയിരക്കണക്കിന് സ്വീകരണ വേദികളിൽ ആവേശജനമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. നിങ്ങളുടെ പ്രിയങ്കരനായ സി.ഡി. വരികയാണ്. സി ദിവാകരൻ വരികയാണ്. ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഇന്നലകളിൽ എന്ന പോലെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹോദരനായി, സുഹൃത്തായി, നിങ്ങളുടെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നവരൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിനെയും തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ BJP അവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് ഉയർത്തുകയുള്ളൂ, അല്ലാതെ ജനങ്ങളുടെ ഉയർത്താൻ പറ്റില്ല. ചെറിയ തർക്കമൊക്കെ പഴയതുപോലെ അയ്യപ്പന്മാർ പോകുന്നു. അവിടെ സന്നിധാനമുള്ള സർക്കാർ ആവശ്യമുള്ള അഭ്യർത്ഥിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കൈവീശി കാണിച്ച് നിങ്ങൾ നൽകുന്ന എല്ലാ സ്നേഹാദരങ്ങളും ഹൃദയത്തിലേക്ക് വാങ്ങി അവയ്ക്ക് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നൽകുന്ന ഈ സ്നേഹാദരങ്ങളും സ്വീകരണങ്ങളും എല്ലാം ഏപ്രിൽ 23-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ നാടിന്റെ യഥാർത്ഥ രാഷ്ട്രീയത്തിന് സത്യസന്ധമായ വോട്ടും ഈ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക്, ഈ നാടിന്റെ സാഹോദര്യത്തിന് അതിന് വലിയ മാർക്കറ്റുള്ള ബ്രാൻഡ്, അത് മാർക്കറ്റ് ചെയ്യണം. അല്ലാതെ എന്താണ് ത്യാഗം? ജയിലിൽ പോയാൽ
പട്ടിണി സമരം നടത്തിയ വിദ്യാർത്ഥി സമരം നടത്തിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങളിൽ സമരം ചെയ്ത് വെയിലുണ്ട് മറിച്ച് ഇന്ദിരാഗാന്ധിയല്ല അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തന്നെ സമരം ചെയ്തു. അവർ ജയിലിലും പോയി. കണ്ടാനുഭവമല്ല. ഇത് യാദൃശ്യമായിട്ട് വന്ന ഭാഗ്യം. ഇതുപോലെ പാർട്ടിയിൽ ആരും ഇല്ല എന്നുള്ളതിൽ ആ പാർട്ടിയിൽ ആരുമില്ല. കേരളത്തിൽ വയനാട് മത്സരിക്കാനും ആരുമില്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ അനാഥമാക്കിയ യുഡിഎഫിനും വർഗീയ വിഷം തുപ്പി ഈ നാടിനെ അവിടെ ആദ്യം തീരുമാനിച്ച അവര് കോൺഗ്രസ് നിങ്ങളുടെ ഓരോ വോട്ടും കൊലയാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം ജയിക്കണമെന്ന അഭ്യർത്ഥനയുമായി കടന്നു വരുന്നു. അതിനുശേഷത്തെ കുതിർന്നവന്റെ ആശകൾ സാക്ഷാത്കരിക്കാൻ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വർഗീയ വിഷപ്പുക ഊതിക്കെടുക്കാൻ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രകാശം തൂങ്ങിത്തിളങ്ങുന്നു. നാട്ടുകാരൻ വരുന്നു. ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട സഖാവ് വരുന്നു. സഖാവ് സി ദിവാകരൻ വരുന്നു. ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിങ്ങളെ നേരിൽ കാണാൻ, നേതൃത്വം അഭ്യർത്ഥിക്കാൻ അരിവാൾ നിൽക്കുന്ന അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി തന്നെയും തന്റെ മുന്നണിയെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. രണ്ട് കോൺഗ്രസിന്റെ സീറ്റാണ്. നാടിന്റെ നായകൻ പുത്രൻ വരുന്നു. നിങ്ങളുടെ പ്രിയങ്കരനായ സഖാവ് സി ദിവാകരൻ കടന്നു വരുന്നു. ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഈ നാടിന്റെ അവകാശ സമര പോരാട്ടങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പൊതുസമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാക്കും.